രാത്രി കഴിയുമേ, നേരം പുലരുമേ, നീതി സൂര്യനും നമുക്കായി ഉദിക്കുമേ. രാത്രി കഴിയുമേ, നേരം പുലരുമേ, നീതി സൂര്യനും നമുക്കായി ഉദിക്കുമേ. തീരത്താ നാം കാണുമേ ലക്ഷ്യമാം യേശുവേ. തീരത്താ നാം കാണുമേ ലക്ഷ്യമാം യേശുവേ. എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാൻ, എന്നുള്ളിൽ ബലം നൽകി നീ മുൻപോട്ടു പോകുവാൻ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 8:10 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച്. യേശു അതിശയിച്ചു എന്ന് പറയുന്ന ഒരു വചനം, എനിക്ക് തോന്നുന്നു മറ്റു ഭാഗങ്ങളിൽ ഇങ്ങനൊരു വാക്യം ഇല്ലെന്ന് തോന്നുന്നു. യേശു അതിശയിച്ചു. യേശുവിനെ അതിശയിപ്പിച്ചത് ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ വാക്ക്, യാഥാർത്ഥികമായ വാക്ക്, അത് കേട്ടിട്ടാണ്. അമ്മേ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ഇദ്ദേഹം പറഞ്ഞ നീ എൻ്റെ പുരയ്ക്കകത്ത് വരണ്ട ഒരു വാക്ക് മതി, ഞാൻ അധികാരത്തിന്റെ കീഴിലാണ്. കർത്താവ് പറയാണ്, ഇത്രയും ഭയങ്കര വിശ്വാസമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം, ചില വാക്കുകൾ നിങ്ങൾ വിശ്വാസത്താൽ പറയണം. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവേ, നിനക്ക് ഒരു വാക്ക് മതി. അബ്രഹാമിന്റെ വിശ്വാസം പോലത്തെ വിശ്വാസം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനും മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്നും അവൻ വിശ്വസിച്ചു. എൻ്റെ ദൈവത്തിന് കഴിയാത്തൊരു കാര്യവുമില്ല. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഇങ്ങനത്തെ ചില വാക്കുകളാണ് ദൈവത്തെ അതിശയിപ്പിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥകൾ പറയുന്നത് ദൈവത്തെ അതിശയിപ്പിക്കത്തില്ല. നിങ്ങളുടെ അവസ്ഥകളുടെ നടുവിലും എൻ്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോഴാണ്, അവിടെയാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. യേശു അതിശയിക്കുകയാണ്. സ്തോത്രം. കാരണം എന്താണ്? യഹൂദൻ ആയിരുന്നത് പറഞ്ഞെങ്കിൽ ഇസ്രായേലിലൊരു പരീശനോ സദൂക്യരോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും അതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പക്ഷെ അവരല്ല ഇത് പറഞ്ഞു. ഞാനിത് നിങ്ങളോട് പറയാം, അനുഭവമുള്ള പലർക്കും പറയാനില്ലാത്തത് നിനക്ക് പറയാൻ കർത്താവ് തരും. നിന്റെ വിശ്വാസത്തെ ദൈവം കരുത്തുള്ളതാക്കാൻ പോകുന്നു. നിന്റെ വിശ്വാസത്തെ ദൈവം അനേകർക്ക് പ്രചോദനമുള്ളതാക്കി തീർക്കാൻ പോകുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു, നെഗറ്റീവുകൾ പറയുന്നത് നിർത്തി വിശ്വാസം പറയാൻ ശീലിക്കുക. കാര്യങ്ങളെല്ലാം തകർന്നായിരിക്കാൻ കിടക്കുന്നത്, എങ്കിലും നീ ചില വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങളോട് പറയാൻ എന്നോട് പറയുന്നു, സാഹചര്യങ്ങൾ കണ്ട് തകർന്നു പോകരുത്. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഉറച്ചു പ്രസ്താവിച്ചു. നിങ്ങളുടെ ജീവിതങ്ങൾ തിരിയും, നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഇന്ന് നിങ്ങൾക്ക് കാണുന്നത് ഒരു ഹോപ്പും ഇല്ലാത്ത, ഒരു പ്രത്യാശിക്കാൻ വകയില്ലാത്ത ഒരു അനുഭവത്തിലായിരിക്കാം. എന്നാൽ ആ രോഗക്കടകിൽ നിന്ന് പുറത്തു വരും. ആ കടക്കിണിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ആ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. ദൈവം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുപ്പ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു.
കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിലും കർത്താവ് അങ്ങ് അതിശയിപ്പിക്കുന്ന വിശ്വാസത്തെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മ ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തി കടന്നു പോകുന്ന ഈ പ്രശ്നത്തിൽ, ഈ സ്ട്രഗിൾസിലെല്ലാം കർത്താവെ വലിയൊരു വിശ്വാസത്തെ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവപുത്രനായ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പരിശുദ്ധാത്മാവെ അങ്ങ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കുന്നു, ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരിലേക്ക് പകർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് നെഗറ്റീവ് പറയുവാനല്ല, വിശ്വാസം പറയാൻ, അത്ഭുതങ്ങൾ പറയാൻ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറയാൻ ഇവരുടെ നാവുകൾക്ക് ബലവും കരുത്തും ഉണ്ടാകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെട്ടും ബലപ്പെട്ടു നിൽക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തി പ്രാർത്ഥിക്കുന്നു, ദൈവകൃപയാൽ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ അതിശയങ്ങൾ അവരുടെ മേൽ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യെസ് ലോർഡ്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചില വലിയ ദൈവപ്രവൃത്തികൾ ഈ ഒരു കുടുംബത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അഭിഷേകത്താലും വചനത്താലും കൃപാവരത്താലും ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. ശലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.